ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെടുന്ന രാജ്യം, യൂറോപ്പിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ രാജ്യം, മഞ്ഞുമലകളും നീല തടാകങ്ങളും പച്ച താഴ്വരകളും എല്ലാം ചേർന്ന് പ്രകൃതി ഭംഗിയുള്ള ഒരത്ഭുത രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് സ്വിറ്റ്സർലൻഡിലാണ്. ഇവിടെ ആൽപ്സ് മലനിരകൾ കാണാൻ വന്നിരിക്കുകയാണ്. ട്വിറ്റ്ലിസ് മല ഏറ്റവും മനോഹരമായ മഞ്ഞുമലകളിൽ ഒന്നാണിത്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ചെല്ലണമെങ്കിൽ 10,623 അടി ഉയരത്തിലാണ്. അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ചുറ്റുപാടും മലകളാൽ നിറഞ്ഞിരിക്കുന്നു. ടിക്കറ്റ് എടുത്ത് വേണം നമ്മൾ മുകളിലേക്ക് പോകാനായിട്ട്. ആദ്യം നമ്മൾ കേബിൾ കാറിലും പിന്നീട് നമ്മൾ റോട്ടയർ കേബിൾ കാറിലും കയറിപ്പോകണം അങ്ങ് മുകളിൽ ചെല്ലണമെങ്കിൽ. മുകളിൽ മഞ്ഞാണെങ്കിലും നല്ല വെയിലുമുണ്ട്, തണുത്ത കാറ്റ് അടിച്ചു കയറുന്നുണ്ട്. മുകളിലേക്ക് കയറുമ്പോൾ തണുപ്പ് കൂടുകയുള്ളല്ലോ. വാ, നിങ്ങളും ഒന്നിച്ച് വരിക, നമുക്ക് പോയി കാണാം. പല രാജ്യത്തു നിന്ന് പല ഭാഷ സംസാരിക്കുന്ന ധാരാളം ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോകളൊക്കെ എടുത്തു, എന്നും ആൽബത്തിൽ സൂക്ഷിക്കുന്നതിനായി. ചുറ്റുപാടുകളൊക്കെ ക്യാമറയിൽ പകർത്തി. തെളിഞ്ഞൊഴുകുന്ന പുഴ, അങ്ങ് ദൂരെ മഞ്ഞുമല, ചെറിയ ചെറിയ കെട്ടിടങ്ങൾ, മനോഹരമായ കാഴ്ചകൾ. അതിൻ്റെ ഭംഗിയെല്ലാം മാക്സിമം ഒപ്പിയെടുക്കാൻ ശ്രമിച്ചു. മുകളിലേക്ക് പോകാനുള്ള സമയമായി. കുറേ മുകളിലേക്ക് ചെല്ലണം കേബിൾ കാറിൽ പ്രവേശിക്കുന്നതിനായി. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സ്കാൻ ചെയ്ത് വേണം നമ്മളകത്തേക്ക് കയറാൻ. വേണ്ട ഇൻസ്ട്രക്ഷനൊക്കെ അവിടെ നിൽക്കുന്ന ആൾക്കാർ തരുന്നുണ്ട്. ഞാനും എൻ്റെ ടിക്കറ്റ് കാണിച്ചു. കേബിൾ കാർ അവിടെ റെഡി ആയിട്ടുണ്ട്, കറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കയറി. നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്ലാസ്സിലൂടെ മനോഹരമായ ദൃശ്യങ്ങൾ ഞങ്ങൾ പകർത്തി. കേബിൾ കാറുകൾ തുടരെ താഴേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സാമാന്യ സ്പീഡിൽ തന്നെയാണ് കേബിൾ കാർ മുകളിലേക്ക് നീങ്ങുന്നത്. കാണാൻ ആഗ്രഹിച്ച കുറേ ദൃശ്യങ്ങൾ. സൈഡിലെ കുറേ മരങ്ങളൊക്കെ അവർ വെട്ടിമാറ്റിയിട്ടുണ്ട്. അങ്ങ് ദൂരെ കെട്ടിടങ്ങൾ ചെറുതായി വരുന്നു. പച്ചപ്പ് വിരിച്ച താഴ്വാരങ്ങളും ഡാർക്ക് ഗ്രീൻ കളറിൽ കാണുന്ന മരങ്ങളുടെ ഇലകളും എല്ലാം കണ്ണിന് നല്ല വിരുന്നൊരുക്കുന്നു. ട്വിറ്റ്ലിസ് സ്ഥിതി ചെയ്യുന്നത് എൻഗൽബർഗ് എന്ന ഗ്രാമത്തിലാണ്. സ്വിറ്റ്സർലൻഡിലെ ലൂസേൻ നഗരത്തിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ അകലെയാണ്. ഈ മലയിൽ വർഷം മുഴുവൻ മഞ്ഞ് കാണാം. വേനലിലും ഇവിടെ മഞ്ഞുമലകൾ മിന്നുന്നതും അതിനാൽ സമ്മർ സ്നോ എക്സ്പീരിയൻസ് ഇവിടെ ലഭിക്കുന്നതാണ്. അങ്ങ് താഴെ നീലത്തടാകം തെളിഞ്ഞു കാണുന്നുണ്ട്. മനോഹരമായ കാഴ്ചയാണ്. കേബിൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ എഴുന്നേറ്റ് നടക്കരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ മാറിയിരുന്ന മനോഹരമായ ഫോട്ടോകളൊക്കെ എടുത്തു. ജീവിതത്തിൽ അസുലഭ സന്ദർഭങ്ങളാണല്ലോ ഇതൊക്കെ. ആൽപ്സ് മലനിരകളുടെ ഫോട്ടോയിൽ ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയല്ലേ. കേബിൾ കാറിൽ നിന്ന് ഇറങ്ങേണ്ട സ്ഥലം എടുത്തു വന്നിരിക്കുന്നു. ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അവിടെ നിന്നാണ് ഇവിടുത്തെ പ്രധാന ആകർഷണമായ റോട്ടയർ കേബിൾ കാറ്. ഇത് ലോകത്തിലെ ആദ്യമായി നിർമ്മിച്ച 360 ഡിഗ്രി ചുറ്റുന്ന കേബിൾ കാറാണ്. വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം അതിലേക്ക് കയറി. അത് നീങ്ങിത്തുടങ്ങി. യാത്രക്കിടെ മലകളും താഴ്വാരങ്ങളും മഞ്ഞുമലകളും എല്ലാം ചുറ്റും കാണാവുന്നതാണ്.
അത് 360 ഡിഗ്രി കറങ്ങുന്നതുകൊണ്ട് നമുക്കെല്ലാ ഭാഗങ്ങളും അതിലൂടെ കാണാം. ജീവിതത്തിൽ തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവമാണിത്. പലയിടത്ത് കേബിൾ കാറിൽ കയറിയെങ്കിലും ചുറ്റും കാണാവുന്ന കേബിൾ കാറിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. ചെറിയ ചാറ്റൽ മഴ പെയ്തതുകൊണ്ടും മഞ്ഞിൻ്റെ മുകളിൽ പോകുന്നതുകൊണ്ട് അതിൻ്റെ ഗ്ലാസ് മുഴുവൻ വെള്ളത്തുള്ളികൾ ഒട്ടിയിരിപ്പുണ്ട്. ഏകദേശം ഈ റോട്ടയർ കേബിൾ കാറിൽ 60 പേർക്കെങ്കിലും ഒരു സമയത്ത് കയറി നിൽക്കാം. ചുറ്റുപാടെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ സ്പീഡിലൊന്നുമല്ല പോകുന്നത്, വളരെ സാവകാശത്തിലാണ് പോകുന്നത്. അങ്ങ് ദൂരെ ദൂരെയുള്ള സ്ഥലങ്ങളുടെ ഭംഗി വരെ നമുക്കിത് കാണാവുന്നതാണ്. അടുക്കടുക്കായിട്ട് നിൽക്കുന്ന മലകളും താഴ്വാരങ്ങളും എല്ലാം കാണാം. വാക്കുകളാൽ വർണ്ണിക്കുന്നതിലും അപ്പുറമാണ് ഇതിൻ്റെ ഭംഗി. 10,000 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ല തണുപ്പുണ്ട്. ഇതൊക്കെ പഠിച്ച കാലത്ത് കാണണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ വന്ന് കാണുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ദൈവത്തിന് 1000 നന്ദി പറയുന്നു. ഇത് കഴിഞ്ഞാൽ ഒരു ഗ്ലേസിയർ ഗുഹയുണ്ട്. അതിനുശേഷം സസ്പെൻഷൻ ബ്രിഡ്ജുണ്ട്. യൂറോപ്പിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. മഞ്ഞ് മലകളെ തമ്മിൽ യോജിപ്പിച്ചിട്ടുള്ള, അതിനെയും കാണണം. ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോകളൊക്കെ എടുത്തു. യാത്രകളെ ഇഷ്ടപ്പെടുന്നവരെ ഒരിക്കലെങ്കിലും ഇതെല്ലാം ഒന്ന് വന്ന് കണ്ടാൽ നന്നായിരിക്കും. വീഡിയോയ്ക്ക് നീളം കൂടുന്നതുകൊണ്ട് ബാക്കി അടുത്ത വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരുന്നതായിരിക്കും. താങ്ക് യു.